ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. ഇന്ന് ഞാനൊരു അടിപൊളി ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് വേറെ ലെവലായി. അപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ കടലയാണ്. ഇവിടെയൊക്കെ മൂക്കടല എന്ന് പറയും. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയാണ് കേട്ടോ അത്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കടല കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നന്നായി കഴുകി ഒരു 8-9 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. കുതിർത്തതിന് ശേഷം വറുത്ത് വയ്ക്കുക. ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് വറുത്ത് കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ബാക്കി വന്ന റൈസാണ്, ലെഫ്റ്റ് ഓവർ റൈസാണ്. ഇന്നലെ ഉണ്ടാക്കിയ ചോറിൻ്റെ ബാക്കി വന്നതാണിത്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാച്ചെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, നോർമൽ റൈസ് ഒരു പിടി എടുത്തോ, ഒരു കരണ്ടി എടുത്തോളൂ. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഒരു കുടം എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു കുടം നമ്മൾ ഇടുന്നില്ല, ഇതിൻ്റെ പകുതി മതിയാവും. ഓക്കെ, പിന്നെ നമ്മൾ 4 മുളക് എടുത്തിട്ടുണ്ട്. വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യുക, പക്ഷേ പച്ചമുളക് ഇട്ട് ഉണ്ടാക്കണേക്കാളും രസം ഈ ഉണക്കമുളക് ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഓണിയനാണ്. ഓണിയൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. വല്ലാണ്ട് ചെറുതാക്കൊന്നും വേണ്ട, എന്നാലും ഒരു ആവറേജ് ആയിട്ട് കട്ട് ചെയ്തിടുക. ഓക്കെ, ഈ ഓണിയൻ നമുക്ക് അടിക്കാൻ കിട്ടണം, അപ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ എരിവും ആ ഉണക്കമുളകിൻ്റെ എരിവും മാത്രമേ ഇതിലുള്ളൂ. നമ്മൾ പച്ചമുളക് ചേർക്കണില്ല. പിന്നെ നമുക്ക് ജീരകം ചേർക്കുന്നുണ്ട്, കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ കായവും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കടല ആയതുകൊണ്ടാണ്. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ മുളകും ലെഫ്റ്റ് ഓവർ റൈസും കടലയും കുരുമുളകും ഒപ്പം തന്നെ നമ്മുടെ കുമിൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട്, ചെറു ജീരകം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കുക മീൻസ് ഫൈൻ പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ ട്രിപ്പിലൊന്നും അരച്ചെടുക്കാൻ പറ്റില്ല, അപ്പോൾ കുറേശ്ശായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീരകം, കുരുമുളക്, ഉണക്കമുളക്, കുറച്ച് കടല, കുറച്ച് റൈസൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ കുറച്ച് ഓണിയൻ ഇട്ട് കൊടുത്തു. സെക്കൻഡ് പാർട്ട് നമ്മൾ അരച്ചെടുത്തു, നമ്മൾ ഓണിയൻ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കളറിന് വേണ്ടി ചേർക്കുന്നത് ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കൈ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഉരുള പിടിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പരിപ്പുവട ഷേപ്പിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഷേപ്പാക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പല പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഷേപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ 2 കൈയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉരുള പിടിക്കുക. ഉരുള പിടിച്ചതിന് ശേഷം ഈ 4 വിരലിൽ ആ ഉരുള വെച്ചിട്ട് നമ്മൾ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. ഇത് ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചത് കേട്ടോ. സംഭവം സിമ്പിളാണ്, 2 കൈയിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ പീസോടും ഉരുട്ടി പരത്തി എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കാവൂ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ജസ്റ്റ് മാവിനെ ജസ്റ്റ് ഒന്ന് പിച്ചിട്ട് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഷേപ്പൊന്നും ഇല്ലാണ്ട് പിച്ചി നമുക്കിങ്ങനെ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എല്ലാതും ഇങ്ങനെ ഒരു പരിപ്പുവട ഷേപ്പിൽ, അതാണല്ലോ ഷേപ്പ് പരിപ്പുവടയുടെ, അപ്പോൾ ആ ഷേപ്പിൽ നമ്മുടെ കടലവടേനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ, നന്നായി ചൂടാവണേ, ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്, നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക, അതിൻ്റെ ടേസ്റ്റ് ഒരു രസമില്ല. ഒരു വട്ടം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വടകളും എടുത്ത് ഇട്ട് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഈ പരിപ്പുവട ആയിക്കോട്ടെ എന്ത് വട ആയിക്കോട്ടെ ഉണ്ടാക്കരുത്, കാരണം അത് ഒരുപാട് എണ്ണ കുടിക്കും. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെച്ച് അങ്ങനെയൊക്കെ മാറ്റിയിട്ട് ഒരുപാട് എണ്ണ വെറുതെ വേസ്റ്റായി പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് സൈഡിൽ ഉണ്ടാക്കി കൊടുക്കുക. നല്ല സ്പേസ് ഉണ്ട് ഈ പാത്രത്തിൽ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലേശമല്ല, നന്നായിട്ട് വട മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഗോൾഡ് വിന്നറോ സൺഫ്ലവർ ഓയിലോ അതേപോലെ തന്നെ പാം ഓയിലോ ഒക്കെ യൂസ് ചെയ്യുക, നല്ല ടേസ്റ്റാണ് വട ഉണ്ടാക്കുന്ന സമയത്തല്ല, വട ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്. ഓക്കെ,
ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതിന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാലാണ് ഉള്ളും പുറമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്തെന്നാണ് നമുക്ക് ഒരുപാട് എണ്ണ കുടിച്ചിട്ട് ഈ വട കഴിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ, നല്ല ക്രഞ്ചി ആവണ വരെ നമ്മളൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക, അവിടെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമ്മളുടെ അടിപൊളി സ്പൈസി ക്രഞ്ചി ആയിട്ടുള്ള നമ്മളുടെ കടലവട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണയിലേക്ക് ഈ വടയിനിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈക്ക് എണ്ണ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, പൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമേ ശ്രദ്ധിക്കുക. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോ നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഓരോ വടകൾ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം മാവൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ, വെന്ത് വരണമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മളൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും ലോ ഫ്ലെയിം ആക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ച് ആകെ സീനാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ ഞാനിതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വടകൾ കാണിച്ചു തരാം കേട്ടോ. ഓരോരോ ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പ് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, എണ്ണയൊക്കെ വാർന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനൊന്ന് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ റൂബി മോൾക്ക് പാൽ ചായയാണ് ഇഷ്ടം, നമ്മൾ മാത്രം കട്ടൻ്റെ ആളുകളാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കട്ടൻ ചായ അമ്മമ്മ സ്പെഷ്യലാണ്. എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും നല്ല മധുരത്തിലാണ് കട്ടൻ ചായ ഉണ്ടാക്കുക. എപ്പോഴൊന്നും ഇഷ്ടമല്ലെങ്കിലും ഇതുപോലെ കുറച്ച് എരിവുള്ള വടകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്നാക്സിൻ്റെ കൂടെ, കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്നാക്സിൻ്റെ കൂടെ ഈ കട്ടൻ ചായ നല്ല മധുരത്തിൽ കുടിക്കാൻ നല്ല രസമാണ്. അപ്പം നമ്മളുടെ വടകളൊക്കെ സെറ്റായി റെഡിയായി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പ്ലേറ്റിൽ. സാധാരണ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, വെക്കുന്നതിന് മുന്നേ കുട്ടികൾ എടുത്തിട്ട് പോവും. പക്ഷെ ഇന്നിപ്പോൾ രണ്ടുപേരും ഉറങ്ങായതുകൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ശേഷം വേണം അവരെ ഉണർത്തി കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വടയാണ്. ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം, കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ല, ഇതൊന്നും പൊട്ടിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ക്രഞ്ചി ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള വേറെ കുറച്ച് ഡിസൈൻസ് കാണാം കേട്ടോ. ഇത് കണ്ടത് ജസ്റ്റ് ഒന്ന് ഉള്ളി പിച്ചിട്ടിട്ടുള്ള വടയാണ്. ഇത് വെറുതെ ഫിംഗർ ഷേപ്പിൽ പിടിച്ചിട്ടുള്ള വടയാണ്. ഇനി മക്കൾ ഡോറടിയും ബുജ്ജിയും ഒക്കെ ചോദിക്കേണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും സംഭവം കിഡുമാണ്.